നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവത വിചാരത്തിൽ ഭഗവാൻ ഉദ്ധവന് കൊടുക്കുന്നതായ ഉപദേശത്തിൻ്റെ ആരംഭം ഘട്ടമാണ് നമ്മൾ കണ്ടത്. എന്താണ് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു തുടങ്ങിയത്? ഉദ്ധവ, കൈയും കാലും ഓടക്കുഴലും മഞ്ഞപ്പട്ടും ഉള്ള ഈ രൂപമല്ല യഥാർത്ഥത്തിൽ ഞാൻ. ആത്മസ്വരൂപിയാണ് ഞാൻ. നിന്നിലും മറ്റുള്ളവരിലും ലോകത്തിലുള്ള സകല ജീവജാലങ്ങളിലും, മനുഷ്യനല്ല ജീവജാലങ്ങളിലും, വൃക്ഷത്തിലും കല്ലിലും മണ്ണിലും ജീവനില്ലാത്ത വസ്തുക്കളിലടക്കം ആത്മസ്വരൂപിയായി വിളങ്ങുന്നവനാണ് ഞാൻ. എൻ്റെ അകത്ത് അല്ലെങ്കിൽ മനസ്സിൽ ശരീരത്തിൽ സദാ ഉള്ള ഞാൻ എങ്ങനെ നിന്നിൽ നിന്ന് പിരിയാനാണ് സാധിക്കുമോ? അത് ചേർച്ചയില്ല, അവിടെ വേർപാടുമില്ല. അത് നിൻ്റെ മിഥ്യാബോധമാണ് ആദ്യം. അതൊന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് 24 കാര്യത്തിൽ നിന്ന് എങ്ങനെ ആത്മതത്വം പഠിക്കാമെന്നുള്ളതിൽ എന്തൊക്കെ പറഞ്ഞു വെച്ചാൽ, പഞ്ചഭൂതങ്ങൾ, ഭൂമി, വായു, ആകാശം, വെള്ളം, അഗ്നി, പോരാത്ത ചന്ദ്രൻ, സൂര്യൻ, മാടപ്രാവിൽ നിന്ന് അതിസ്നേഹം പാടില്ല എന്ന് പഠിച്ചു. ഇത്രയും 8 കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. 8 കാര്യങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ പ്ലസ് സൂര്യൻ, ചന്ദ്രൻ, മാടപ്രാവിൻ്റെ കഥ ഉദാഹരിച്ച് നാദിസ്നേഹപ്രസംഗോവ. ആ കുട്ടികൾ വലയിൽ പെട്ടുകയും വിചാരിച്ചിട്ട് വേണം എന്ന് വിചാരിച്ച് വലയെ കുടുങ്ങിയിട്ടുള്ള പാവുകളെ പോലെ അത്ര ബുദ്ധിശൂന്യത, ശേഷബുദ്ധിയുള്ള മനുഷ്യൻ കാണിച്ചുകൂടാ. അതിൽ പ്രാവിനിക്ക് പാഠമായി. അതായത് ഇത് ചിലതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്, ചിലതിൽ നിന്ന് പഠിക്കേണ്ടാത്തതുമുണ്ട്. എന്നുവെച്ചാൽ പഠിക്കേണ്ടതാണത്, പക്ഷെ അനുകരിക്കാത്തതാണ് പഠിക്കേണ്ടത്. അങ്ങനെ ആവരുത് എന്ന് പഠിക്കേണ്ടതുണ്ട്, അങ്ങനെ ആവണം എന്ന് പഠിക്കേണ്ടതുമുണ്ട്. ഇതാവരുത് എന്ന് പഠിക്കേണ്ടതാണ്. മാടപ്രാവിനെ പോലെ ആവരുത് എന്നാണ് പഠിക്കേണ്ടത്. ചിലതൊക്കെ അങ്ങനെ, ചിലതൊക്കെയോ അങ്ങനെ ആവണം. നെഗറ്റീവും വിധി നിഷേധവും രണ്ടും പഠിക്കാം. ഇപ്പോൾ മാടപ്രാവിൽ നിന്ന് അങ്ങനെ ആവരുത്, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ആവണം എന്നാണ് അതിന് മുമ്പേ പറഞ്ഞതൊക്കെ. ഇനി അടുത്തതായിട്ട് ഭഗവാൻ പറഞ്ഞ ആ ലിസ്റ്റിൽ, അതായത് അത്രയും നിരയിൽ വരുന്നത് ഇപ്പം പെരുമ്പാമ്പ് എന്ന ഗുരുനാഥനാണ്. അജഗര. എന്താണ് പെരുമ്പാമ്പിൽ നിന്ന് പഠിക്കേണ്ട തത്വം? പെരുമ്പാമ്പ് അതിൻ്റെ വായിൽ വന്ന് പെട്ട ഇരയാണ് എത്രയേ കഴിക്കുള്ളൂ. കൊമ്പിൻ്റെ മുകളിൽ എവിടെയെങ്കിലും കിടക്കുക, അതിൻ്റെ താഴെ പോയാൽ പിടിക്കാൻ കിട്ടിയ മൃഗങ്ങളോ ചിലപ്പോൾ അടക്കം മനുഷ്യനടക്കം ആ കിട്ടിയതിനെ ഭക്ഷിക്കുക എന്നല്ലാണ്ട് അത് അന്വേഷിച്ച് പോക്കില്ല. ഭക്ഷണം അന്വേഷിച്ച് ഭക്ഷണത്തെ പറ്റി ചിന്തിച്ച് നടക്കുക, അങ്ങനൊരു പണി ഇല്ല എന്നാണ് പറയണത്. അങ്ങനൊരു സംഗതി ഇല്ല എന്നാണ് പറയണത്. മനുഷ്യന് മാത്രമേ ഉള്ളൂ. അടുത്ത നേരം എന്താ വേണ്ടത്? ദോശ വേണോ, ഇഡ്ഡലി വേണോ, വേറൊന്ന് വേണോ, രാവിലേക്ക് ഇപ്പം എന്താ വേണ്ടത്? ഇത് ചിന്ത ഇത്രയധികം മനുഷ്യന് മാത്രമേ ഇത്രയുള്ളൂ. വേറൊരാൾ ജീവജാലങ്ങൾ കിട്ടിയതാണ് കഴിക്കും എന്നല്ലാണ്ട് അടുത്ത നേരത്തേക്ക് ഇപ്പം എന്താ കിട്ടുക? ഇങ്ങനെ ഒരു സദാ ഇതിനെ ചിന്തിക്കുന്നൊരവസ്ഥ ഒരു ജീവജാലങ്ങൾക്ക് മനുഷ്യനുള്ള പോലെ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വസ്ഥതയുണ്ട്. വിശപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ. വല്ലാണ്ട് വന്നാലേ അത്രേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഒരു നേരമോ 2 നേരമോ ആഹാരം ഇല്ലാതെ കഴിയാനുള്ള കഴിവും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അത് നമുക്ക് മാത്രമേ ഉള്ളൂ കൃത്യസമയം. അയ്യോ മണി 8ആയി, 5 കുഴപ്പമാവും തോന്നും പറയണ കേട്ടാ. അപ്പോൾ കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുക എന്നാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. പെരുമ്പാമ്പിനെ പോലെ ഒരു ഭാഗത്ത് കിടക്കണം എന്നല്ല, നമുക്ക് ഉള്ള വരുമാനം കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അധ്യാപകൻ്റെ നിലയ്ക്ക് ജീവിക്കണം. അത് തന്നെ പ്രൈമറി അധ്യാപകനും കോളേജ് അധ്യാപകനും ഒരുപോലെയല്ല. UGC സ്കെയിലുള്ളവർ അത്രയും ഉണ്ടാവുമോ? മറ്റുള്ളവർക്ക് 3000-കാരനുണ്ട്, 30,000-കാരനുണ്ട്, 3 ലക്ഷക്കാരനും വരുമാനക്കാരുണ്ടാവും.
വലിയ കച്ചവടം ബിസിനസ്സൊക്കെ ആണെങ്കിൽ. പക്ഷേ ഒരു കൂട്ടർ ജീവിക്കുന്നത് കണ്ടിട്ട് അതുപോലെ ആവാൻ വേറൊരാൾ വിചാരിക്കുമ്പോൾ ആ കുഴപ്പം. 3000-കാരൻ 10,000-നെയൊക്കെ പോലെ ജീവിച്ചാൽ, 10,000-കാരൻ 3,00,000-കാരനെ പോലെ ജീവിച്ചാൽ പ്രശ്നമാവും, സംശയമൊന്നുമില്ല. വരവറിയാതെ ചെലവ് ചെയ്താൽ പെരുവഴി ആധാരം ആണ്. ഉള്ളത് കൊണ്ട് കഴിഞ്ഞു കൂടണം. ബി കണ്ടൻറ്റ് വിത്ത് വാട്ട് വി ഹാവ്. ഭാര്യയ്ക്കും ഭർത്താവിനും വേറൊരു വരുമാനവും ഇല്ലാതെ 1,500 റുപ്യ സാമൂഹ്യ പെൻഷൻ വാങ്ങി ജീവിക്കുന്നവരും ഉണ്ട് അവിടെ, ഇല്ലേ? അങ്ങനത്തെവരുണ്ട്. കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അവരെങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് തന്നെ അറിയുള്ളൂ. പക്ഷെ അവരും ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെവരും ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മുടെ ആ ഒരു വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കുമ്പോൾ സംതൃപ്തി ഉണ്ടാവും, കടം ഉണ്ടാവില്ല എന്ന് പാമ്പ് പഠിപ്പിച്ചു, പെരുമ്പാമ്പ്. ഇനി അടുത്തതാവട്ടെ, എന്താണ് ഗുരുനാഥൻ? സമുദ്രം, സിന്ധു. അത് പഠിപ്പിച്ചത് അഗാധത കൂടുന്തോറും നമുക്ക് കുറച്ച് ഒതുക്കവും വിനയവും നിശബ്ദതയും വേണം എന്നാണ്. ആശയങ്ങളുടെ ഗഹനത്വം നമുക്കുണ്ടായാൽ അത് വേണ്ട ദിക്കിലേ പറയാവൂ. എല്ലാ ദിക്കിലും നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള അറിവ് അവിടെ അടിച്ചേൽപ്പിച്ച് അടങ്ങൂ എന്ന ഒരു പ്രവണത ശരിയല്ല. ലോകത്തിലെല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയും. അത് അവരവരുടെ ഫീൽഡിലാണ് എന്നേ ഉള്ളൂ. അതിന് താല്പര്യമുള്ളവരോട് പറയുക, അതിന് പ്രസക്തിയുള്ള സ്ഥലത്ത് പറയുക. ഭാഗവതത്തിന് ഒരു ബന്ധമില്ലാത്ത ഒരു കല്യാണ സദസ്സിൽ പോയിട്ട് ഭാഗവതം പറയാൻ പുറപ്പെട്ടാലോ? നമ്മുടെ അറിവിനെ അവർ അംഗീകരിക്കുകയല്ല ചെയ്യുക. അവിടെ അടിച്ചുപൊളി അല്ല എന്നത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ അതൊക്കെയാവും. അപ്പോൾ അവിടെ പോയിട്ട് ഭാഗവതം പറയരുത്. ഭാഗവതത്തിൻ്റെ സദസ്സിൽ വന്നിട്ട് സിനിമ പറ്റി പറഞ്ഞാലോ? അവിടെ ഇരിക്കുന്നവർക്ക് അത് അലോസരമാവും. കാരണം അത് കേൾക്കാനല്ല അവരവിടെ വന്നിരിക്കണം, അല്ലേ? അപ്പോൾ അവിടെ ഭാഗവതമാണ് പറയേണ്ടത്. ഇങ്ങനെ ഒരാളുടെ അറിവുണ്ടെങ്കിൽ ആ അറിവ് പ്രസക്തിയുള്ള സ്ഥലത്ത് പറയുക, ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിശബ്ദത പാലിക്കുക, മൗനം. ഇത് ആ സമുദ്രം പഠിപ്പിച്ചു. ആഴമുള്ള സമുദ്രത്തിൽ തിരമാലകൾ കുറവായിരിക്കും. ശാന്തസമുദ്രമാണ് അത്ര ഏറ്റവും ആഴമുള്ളത്. അവിടെ കോളിളക്കം കുറവാണ്. അപ്പോൾ ഗഹനാശയങ്ങൾ ഉള്ള ആളുകൾ വളന്ന് സാധാരണ ഭാഷയിൽ നമ്മൾ സംസാരിക്കാറില്ല. വേണ്ട ദിക്കിൽ വേണ്ടവരോട് വേണ്ട പോലെ പറയാൻ അറിയണം. അപ്പോൾ വാക്കുകളെ ഒതുക്കുക, അനാവശ്യ സംസാരം കുറയ്ക്കുക. ഇതിൽ സമുദ്രം ഗുരുനാഥനായി. നല്ലൊരു പാഠമാണ് പഠിപ്പിക്കണം. രാവിലെ എണീറ്റാൽ ഈ പല്ലൊരു പ്രാർത്ഥനയുണ്ട്. ഇതി പ്രാർത്ഥയതേ ദന്ത ഹേ ജിഹ്വേ ബഹുമാവത തയാപരാധേത കൃതേ സ്ഥാനഭ്രംശോ ഭവേന്മമ. നാവേ, നീ ഒതുങ്ങി കിടക്കണം. നീ വല്ലാണ്ട് ഡാൻസ് കളിച്ചാൽ എൻ്റെ സ്ഥാനമാണ് തെറ്റുക. വേണ്ടാത്ത പറഞ്ഞാൽ നമ്മൾ പല്ലടിച്ച് കൊഴിക്കുന്ന പറയുക, അല്ലേ? നാവ് പിഴുത് കളയുന്ന പല്ലടിച്ച് കൊഴിക്കുക വേണ്ടതെന്ന് പറയും. അപ്പോൾ പല്ല് പറയും എന്നാണ് തമാശയായിട്ട് പറയുന്ന ഒരു ശ്ലോകമാണ്. അതുകൊണ്ട് വേണ്ടത് പറയുക, വേണ്ട പോലെ പറയുക, വേണ്ടവരോട് പറയുക. അത് മനസ്സിലാക്കിയാൽ വലിയൊരു കാര്യം സമുദ്രം പഠിപ്പിക്കുന്നു. പാറ്റയും അതുപോലെ നല്ലൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാറ്റകൾ സ്വതവേ ഈ തീയെ സാധാരണ നമ്മൾ ഈയാമ്പാറ്റ അധികം ഉണ്ടായാൽ എന്താ ചെയ്യുക? തീ കൂട്ടും. ഇത് കണ്ടിട്ട് പാറ്റ അതിൽ വന്ന് ചിറക് കരിഞ്ഞ് അങ്ങോട്ട് മരിക്കുകയാണ്. ഇതേപോലെ കണ്ണിനെ നിയന്ത്രിക്കാൻ നമുക്കറിയണം. വേണ്ടത് കാണാനാണ് കണ്ണ്. ദൃഷ്ടിസ്ഥിതാം ദർശനേസ്തു ഭവത്തനൂനാം. സർവേശ്വര, അങ്ങയുടെ ശരീരത്തെ കാണാൻ കണ്ണെപ്പോഴും പ്രയോജനമാവേണമേ. സജ്ജനങ്ങളെയും ഈശ്വരനെയും കാണാനാണ് കണ്ണ്, വേണ്ടാത്തത് കാണാനല്ല. ഇപ്പം നമ്മൾ എത്രയാ വേണ്ടാത്ത കാണുന്ന ആലോചിച്ചു. എന്നെ വിളിച്ചായ മൊബൈലെടുത്ത് തോണ്ടായി ടി വി കാണുന്നു, പരസ്യം കാണുന്നു, ആവശ്യമില്ലാത്ത സീരിയൽ കാണുന്നു. ഈ സീരിയലിൽ കൂടെ പരസ്യം അവർ ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ സീരിയൽ. ഓരോരുത്തരും സ്പോൺസർ ചെയ്തതിൻ്റെ ചിലവ് വഹിക്കണം. എന്താ? അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ചിലവാവട്ടെ. ഇത് കാണുമ്പോൾ സാധനങ്ങൾ വിൽക്കാലോചിച്ചിട്ടാണ്. അതിൽ നമ്മൾ കുടുങ്ങുകയാണ്. സീരിയൽ കണ്ട് സമയം കളയണതൊരു വക, സന്ധ്യയ്ക്ക് നാമം ചെല്ലേണ്ട സമയത്ത് അത് കാണുന്നതൊരു വക. അതിനിടയിൽ കൂടെ പരസ്യ സാധനങ്ങൾ വാങ്ങിച്ച് ചിലവ് ചെയ്യുക.
എന്നിട്ടോ അതിൻ്റെ ദോഷങ്ങളും അനുഭവിക്കണം. പല സാധനങ്ങളും നമുക്ക് ദോഷകരമാണ്. പെർഫ്യൂം, ശരീരത്തിൽ പുരട്ടുന്ന ലേപനങ്ങൾ, ഫെയർ ആൻഡ് ലവ്ലി, കാവേരി ഒക്കെ അങ്ങനെ പറയുന്നത് കേൾക്കാം. പരിശുദ്ധമായ ഗംഗാജലം, തുളസി, ചന്ദനം മുതലായ കൂട്ട് കണ്ടാലും വാങ്ങിപ്പോവും. പക്ഷേ ഈ സാധനം ഒന്നും അടുത്തു കൂടിയും പോയിണ്ടാവില്ല. പരസ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ടിങ് നടത്തിയിരിക്കുകയാണ്. യഥാർത്ഥ സാധനത്തിൽ അത് ഉണ്ടാവുമോ? ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സാധനം ഒന്ന് നോക്കുക, പരീക്ഷിച്ചു, അവരുടെ കാര്യമായി. 1000 ആൾ പരീക്ഷിച്ചാൽ പിന്നെ വാങ്ങിയില്ലെങ്കിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കണ്ണിനെ കണ്ടിട്ട് അപകടത്തിൽ പോയി പെടുന്നതിനെ അപ്പോൾ പാറ്റയിൽ നിന്ന് നെഗറ്റീവാണ്, നിഷേധം, അരുത് എന്നാണ് പഠിക്കേണ്ടത്, ആവണം എന്നല്ല. ആ പാറ്റയെ പോലെ ആവരുത്, വേണ്ടത് കാണാനാണ് കണ്ണ്. സജ്ജനങ്ങളെ കാണുക, ദീപാരാധന വിളക്ക് കാണുക, ഈശ്വരനെ കാണുക, നല്ല നല്ല തീർത്ഥാടന സ്ഥലങ്ങൾ പോയി കാണുക, അതിനാണ് കണ്ണ് എന്ന് പാറ്റ നമ്മളെ പഠിപ്പിച്ചു. യോഷിത്തിരണ്യ ആഭരണ അംബരാദിവ്യവേഷുമായ രചിതേഷു മൂട. വസ്ത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, മറ്റു സാധനങ്ങൾ, നിത്യോപയോഗ വസ്തുക്കൾ ഇവയുടെ പരസ്യത്തിൽപ്പെട്ട് അതിനെവിടെ പതങ്കവൽ നശ്യതി, ആ പാറ്റയെ പോലെ നശിക്കുന്നു മനുഷ്യൻ. എത്ര സമയമാണ് വേണ്ടാത്തത് കണ്ടിട്ട് കളയണമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് പാറ്റ പഠിപ്പിച്ചു അങ്ങനെ ആവാതെ കണ്ട് ഇരിക്കാൻ. ഇനി അടുത്തതാണെന്ത്? അടുത്ത ഗുരുനാഥൻ തേന് എടുക്കണ ആൾ, തേന് എടുക്കണ മധുകൃത്ത് എന്ന് പറഞ്ഞാൽ വണ്ടിൽ നിന്ന് പഠിക്കേണ്ട ആൾ. തേനാണല്ലോ, വണ്ട് കുടിക്കുന്നതുകൊണ്ടാണ് തേൻ പേര് വണ്ട് എന്ന് പേര് വന്നത്. വണ്ടിൽ നിന്ന് ഒരു നെഗറ്റീവും ഉണ്ട്, ഒരു പോസിറ്റീവും ഉണ്ട്, ഒരു നിഷേധവും പഠിക്കണം. എന്താ വണ്ടിൽ നിന്ന് പഠിക്കേണ്ടത്? എല്ലാ പുഷ്പങ്ങളിൽ നിന്നും സാരാംശം എടുക്കും, കേട്ടോ പോവും. വേണ്ടാത്ത എടുക്കാണ്ട് വേണ്ടത് മാത്രം എടുക്കുന്ന പോലെ പുരാണങ്ങളായാലും വേറൊന്നായാലും നമ്മൾ വേണ്ടത് എടുക്കുകയാണ് വേണ്ടത്. എല്ലാ പുരാണങ്ങളിൽ നിന്നും നമുക്ക് വേണ്ടത് കൊള്ളാനും തള്ളാനും ഉള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് അതേപടി സ്വീകരിക്കണം എന്നല്ല, എല്ലാ സന്ദർഭത്തിലും അത് ശരിയാവണം എന്നുമില്ല. ഉദാഹരണം, രാമൻ വിലക്കുകാരൻ്റെ വാക്ക് കേട്ടിട്ട് പത്നിയെ ഉപേക്ഷിച്ചു. നമ്മുടെ പത്നിയെ പറ്റിയിട്ട് ഒരു വിലക്കുകാരൻ പറഞ്ഞാലോ, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒക്കോ നീയെ എന്ന് പറഞ്ഞാൽ എത്ര ആൾ നമ്മളെ അംഗീകരിക്കും? ചോദ്യമാണ്. ചെയ്യരുത് തന്നെ ഞാൻ പറയണം. രാമായണം പറഞ്ഞിട്ട് ഇങ്ങനെയാണോ പറയണം? അതെ, രാമായണത്തിൽ ആ പറഞ്ഞത് ആ സന്ദർഭത്തിൽ രാമന് യുക്തമാണ് എന്നതുകൊണ്ട് ചെയ്തതാണ്, അല്ലാതെ അതെല്ലാവർക്കും എല്ലാ സ്ഥലത്തും അംഗീകരിച്ചോളണം എന്നില്ല. കാരണം അവിടെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചതാ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ല. സത്യത്തിൽ പലരും ഒരുപാട് ആളുകൾ ചോദിച്ചൊരു കാര്യമാണ് അതെങ്ങനെ ശരിയാവുക എന്ന്. കാരണം ഒരു രാജാവാണെങ്കിലും പൊതുപ്രവർത്തനമാണെങ്കിലും എല്ലാവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടത് പോലെ തന്നെ വേണ്ടൊരു കഴിവാണ് തള്ളേണ്ട അഭിപ്രായത്തിനെ പുല്ലുപോലെ തള്ളണം. അവിടെ പറയട്ടെ, അവൻ പറഞ്ഞതൊക്കെ കേൾക്കാൻ നിൽക്കുക. അവിടെ പറയണവർ പലതും പറയും, അതൊക്കെ ഇവിടെ കേൾക്കാൻ നിൽക്കാൻ പറ്റുമോ എന്നൊരു ഭാവവും സ്ഥാനത്തിരിക്കണവർക്ക് വേണം. തള്ളേണ്ടത് പോയിട്ടുണ്ട്, നടക്കില്ല, താൻ പറഞ്ഞോ അത് നടക്കില്ല എന്ന് പറയാൻ കഴിയണ്ടേ. അപ്പം അത് വേണം, ആ ഒരു മനോഭാവം കൂടി ഒരു സ്ഥാനത്തിരിക്കണം. തള്ളാനുള്ള ചങ്കൂറ്റം എന്ന് പറയാം, അതുണ്ടാവണം. അത് ശരിയാവില്ല. വല്ലവരും പറഞ്ഞിട്ട് അത് ചെയ്യാൻ നിൽക്കുക എന്ന് പറയാനുള്ളൊരു ഇത് വേണ്ടേ നമുക്ക്? അപ്പോൾ പലരും പറയണത് ആ ഒരു ഭാഗം ഉത്തര രാമായണത്തിൽ വരുന്നതാണെന്നും ആ ഭാഗം തള്ളിക്കളയേണ്ടതാണെന്നും പ്രക്ഷിപ്തമാണ് എന്നും കൂടിയുള്ള അഭിപ്രായമുണ്ട്. കാരണം രാമനെ പോലെ സീത ഇല്ലാതെ ഒരു നിമിഷം ഇരിക്കാൻ വയ്യ രാമന്. അത് സീത അപഹരിക്കപ്പെട്ടപ്പോൾ വാൽമീകി രാമായണം മറ്റ് നമ്മുടെ രാമായണം ഒക്കെ നോക്കിയാൽ അറിയും, ഒരു നിമിഷം സീത ഇല്ലാണ്ടിരിക്കാൻ വയ്യ. സീതയ്ക്കോ തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഈ സീത തെറ്റ് ചെയ്തിട്ടുണ്ടോ? അഗ്നിയാണ് പറയണത്, അഗ്നി നുണ പറയുമോ? എത്രയോ ആൾക്കാരുടെ മുമ്പാകെ ശുദ്ധമായിട്ടുള്ള ആ സീത ഒരാൾ വിവരക്കേട് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചു. നമുക്കത് പ്രക്ഷിപ്തമാണെന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായം. അങ്ങനൊരു ഭാഗം വാൽമീകി മഹർഷി എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താ ഇപ്പം പറഞ്ഞു വന്നത്? സ്വീകരിക്കേണ്ടതേ സ്വീകരിക്കാവൂ. രാമൻ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചാൽ നമുക്കത് പ്രമാണമല്ല.
അനദർ ഉദാഹരണം 16,208 സ്ത്രീകളെ ഭഗവാൻ വിവാഹം കഴിച്ചു. ഒരു 100എങ്കിലും നമുക്കായിക്കോട്ടെ, നടക്കുമോ? അപ്പം മഹാപുരുഷന്മാരുടെ പ്രവൃത്തികൾ അവർക്ക് പറ്റും. ഭഗവാൻ ഇപ്പോൾ കൊണ്ട് ഒരു ദോഷമോ, കീർത്തിക്ക് പോലും ഒരു ദോഷമോ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ പറയണത്? അതേപോലെ സ്വീകരിക്കുകയല്ല, പലതും വേണ്ട രീതിയിൽ അതിനെ ഉൾക്കൊള്ളാനും മാറ്റാനും അത് നമുക്ക് ആക്കുന്ന വിധത്തിലെടുക്കാനും കഴിയണം. സാരം എന്തോ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പരശുരാമനോട് അമ്മയെ കൊല്ലാൻ പറഞ്ഞു അച്ഛൻ. നമ്മുടെ അച്ഛൻ അഥവാ പറഞ്ഞു നോക്കിയാ, പറയിച്ചിട്ടല്ല, അത് ചെയ്യുമോ? ചെയ്യാൻ പറ്റുമോ? കാരണം രാമനെ കൊന്നാളെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട്, ജീവിപ്പിക്കുകയും ചെയ്തു. നമുക്കതില്ല. അച്ഛൻ പറഞ്ഞാൽ വെരി സോറി എന്ന്. അപ്പം എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ, ചിലത് സ്വീകരിക്കേണ്ടത് അതേപോലെ സ്വീകരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനാണ് ഇവിടെ വണ്ട് സാരമാണ് ഗ്രഹിച്ചത്. അതിൻ്റെ സാരമാണ് ഗ്രഹിക്കേണ്ടത്. എല്ലാതും ഗ്രഹിക്കണം എന്നില്ല. തള്ളേണ്ടത് തള്ളണം. അത് വണ്ട് പെണ്ണെ പഠിപ്പിച്ചു. ഇനി വണ്ടിൽ നിന്നൊരു നെഗറ്റീവ് ഉണ്ട്. എന്താണ് സ്വീകരിക്കാൻ പാടാത്തത്? വണ്ട് ഈ കൈതപ്പൂവിൻ്റെ മണം കേട്ട അതിൻ്റെ അടുത്തേക്ക് പോയാൽ ചിറക് മുള്ളിൽ കുടുങ്ങിയിട്ടാണ്ട് നശിക്കും. ചിലപ്പോൾ ഈ താമരയുടെ ഉള്ളിൽ തേന് കുടിച്ച താമര കൂടി അതിൻ്റെ ഉള്ളിലും പെടും. ഇതേപോലെ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് സ്വയം നമ്മൾ അകപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഗന്ധം മൂക്കിനെ നിയന്ത്രിച്ചോളൂ. പെർഫ്യൂമുകൾ കണ്ടമാനം അടിക്കണ ഒരു കാലമാണപ്പോൾ. തൊക്കിന് കേടാതൊക്കെ പൈസ പോവും. ശരീരം എങ്ങനെയായാലും വൈകുന്നേരം നമ്മളേക്കും കുളിച്ചില്ലെങ്കിൽ നാറും ഇല്ലേ, കേടുവരും ദുർഗന്ധം. എന്താ അടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ എന്താ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വൃത്തിയായിട്ട് കുളിച്ചാൽ മതി. അപ്പോൾ ഈ വിലപ്പെട്ട മൂക്കിനെ സുഖിപ്പിക്കാനാണ് ഈ ഗന്ധം, നാവിനെ സുഖിപ്പിക്കാനാണ് രസം ആസ്വദിക്കുന്നത്. വണ്ട് തേൻ കുടിച്ച് വണ്ട് താമരയുടെ ഉള്ളിൽ കുടുങ്ങണു. ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കുടുങ്ങി എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവനാശം വരെ, ആരോഗ്യനാശം, ജീവനാശം വരെ സംഭവിക്കുന്നതായ ആ കാര്യം വേണ്ട. ചന്ദനത്തിൻ്റെ, കർപ്പൂരത്തിൻ്റെ, തുളസിയുടെ ഭഗവത് പാദത്തിൽ അർപ്പിച്ച താമരപ്പൂവിൻ്റെ മണം ആസ്വദിക്കാനാണ് മൂക്ക് ഉപയോഗിക്കേണ്ടത്. ഘ്രാണഞ്ചതൽ പാദസരോജ സൗഭഗേ, അംബരീഷിൻ്റെ കഥ പറയുമ്പോൾ പറഞ്ഞു അതിനാണ് അദ്ദേഹം മൂക്ക് ഉപയോഗിച്ചത്. തുളസി, ചന്ദനം, ഗുരുവായൂർ കളഭത്തിൻ്റെ മണം, ഇതൊക്കെ ആസ്വദിക്കാനാണ് മൂക്ക് ഉപയോഗിക്കേണ്ടത്. വണ്ടിൽ നിന്ന് വേണ്ടാത്ത തള്ളിക്കളയേണ്ട പാഠം, വേണ്ട പാഠം സാരാംശം മാത്രം ഗ്രഹിക്കുക. നല്ലൊരു വിഷയമാണ് 24 ഗുരുക്കന്മാരെ. വളരെ രസമായിട്ടുള്ള ശരിക്കും പറയാ. ഇനി അടുത്തതാണ് ഗജ, ആന. ആന പൊതുവെ കാട്ടുകൂടെ പോകുമ്പോൾ കുഴിയുണ്ടോ എന്ന് കുത്തി നോക്കിയിട്ട് അത്രേ കാട്ടാനക്കൂട്ടങ്ങളുടെ മുമ്പിൽ തലവൻ നടക്കുക. അത്ര ബുദ്ധിയായിന്. കുഴിയുണ്ടെന്ന് കണ്ടാൽ വഴിമാറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണത്, കരിക്കുഴി. പക്ഷേ ഈ ആനയെ പിടിക്കണവരെന്ത് ചെയ്യും? പെണ്ണാനയെ മുമ്പിൽ കാണിക്കും. ആ ആനയെ തൊടാനുള്ള ആവേശത്തിൽ ഈ കുഴിയോ അപകട സാധ്യതയോ മറക്കണു. ആന എന്തായിട്ട് വരുന്നു? കുഴിയിൽ വീണു. പിന്നെ ഇടത്താനെ, വലത്താനെ, നടക്കാനെ ആ ജീവനാന്ത അടി കൊള്ളണം. ചങ്ങലേമ്പിൽ കിടക്കും വേണം. കണ്ടോ? ദാനെ പറ്റി മാത്രം പറഞ്ഞതാണോ? അല്ല. സ്ത്രീ പുരുഷ സ്പർശ സുഖത്തിൽ ഭ്രമിച്ച് എത്ര ആളുകളാണ് ഇന്ന് അപകടത്തിലാവണത്. കോളേജിൽ പോണ സമയത്ത് ആ പ്രായം അങ്ങനെയാണ് അല്ലേ? അപകടപ്പെട്ടുകൊണ്ടും പരിധി പാലിക്കാതെ കണ്ടും. യയാതിയുടെ ചരിതം പറയുമ്പോൾ അവർ സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ മകളായോട്ടെ, സഹോദരിയാവട്ടെ, അമ്മയാവട്ടെ, മാതാസത്ര ആരായാലും സ്ത്രീകളോടുകൂടി ഒപ്പം ഏകാന്തമായിട്ടുള്ള വാസം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു അകലം പാലിക്കുകയാണ് നല്ലത്. എന്നാണ് പഴയ ശാസ്ത്രത്തിൽ പറയണത്. അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് എന്ന്. ആനാസ്പർശ സുഖം ഈ ആയാലും പുരുഷനായാലും ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ മേച്യൂറായി കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായാൽ തൊടുക അല്ലെങ്കിൽ അംഗസ്പർശം നിന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാണ്. മനസ്സ് ഇളകാനും തെറ്റിലേക്ക് വഴുതി വീഴാനും. അത് പെൺകുട്ടികളെ നമുക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ ഇടപഴകുന്നതിൽ നമ്മൾ സൂക്ഷിക്കണം. അവിടേക്കാണ് വിരൽ ചൂണ്ടണം. സത്യം പറയാച്ചാൽ അവരെ ഒന്ന് സൂക്ഷിക്കണം. പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം, നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കണം. പെട്ടെന്ന് വഴി തെറ്റിപ്പോകാനുള്ള സാധ്യത ഈ സ്പർശസുഖത്ത് കൂടിയിട്ടാണ്. ഇതൊക്കെ
അധികമായിട്ടും ഉണ്ടാവും. അത് വേണ്ട. അല്ലാത്ത കളി സൗഹൃദവും മതി എന്നർത്ഥം. ആന നല്ല പാടാണ് പഠിപ്പിക്കണം. അടുത്തതായിട്ടാണ് തേനെടുക്കുന്ന ആൾ മധുഹ. തേനീച്ച വളരെ പുഷ്പങ്ങളിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് ശേഖരിച്ച തേൻ കൂടൊക്കെ കൂട്ടി വയ്ക്കും. അവസാനം ഈ തേനെടുക്കുന്നവൻ വന്നിട്ട് ചൂട്ട് കാട്ടി തേനീച്ചയെ കൊല്ല അതിൻ്റെ കൂടൊക്കെ നശിപ്പിച്ച് സുഖമായിട്ട് തേൻ അനുഭവിക്കുകയും ചെയ്യും. ഈ കൂട്ടി വെച്ചതായ തേൻ അതിന് കിട്ടുന്നില്ല. ഇതേപോലെ ധനം ഉള്ളപ്പോൾ കൂട്ടി വയ്ക്കാൻ നോക്കാതെ നല്ല കാര്യത്തിന് ഉപയോഗിക്കുക. ദാനധർമ്മങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിന് വെച്ചാൽ അങ്ങനെ ആവാം, ഉപയോഗിക്കണം. അതിനാണ് പൈസ. അത് വെച്ച് മരിച്ചു പോയാൽ ആർക്കാ കിട്ടുക? അവകാശിക്ക് കിട്ടും അല്ലേ? നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അധ്വാനിച്ച് സമ്പാദിച്ച പൈസ ധർമ്മമാർഗ്ഗം 5ആയിട്ട് വിഭജിക്കണം എന്നാണ്. 5-1 നമ്മുടെ കാര്യത്തിന്, 5-1 ഭാവിയിലേക്ക് വർദ്ധിപ്പിക്കാൻ. ഇൻവെസ്റ്റ്മെൻറ്റ് LIC പോലെ കുറിയൊക്കെ കൂടിയിട്ടുണ്ടാക്കണം പൈസ. അതിന് 5-1 അങ്ങനെ വേണ്ട, ഭാവിയിലേക്ക് വർദ്ധിപ്പിക്കാൻ. 5-1 ധർമ്മ വിഷയത്തിൽ, 5-1 രാജാവിന് അർഹതപ്പെട്ടതാണ്. അതാണ് GST ടാക്സൊക്കെ ആയിട്ട് 5-1 അങ്ങനെ പോയത്. നമുക്ക് കുറ്റം പറയാനില്ല, അത് വേണം എന്നാണ്. GST അതായത് ടാക്സ് രാജാവിന് അവകാശപ്പെട്ടതാണ്. 5-1 അവനവൻ്റെ കീർത്തിക്ക്, ധർമാർത്ഥ യശസാർത്ഥേ, യശസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കീർത്തി വിസിറ്റിംഗ് കാർഡായിട്ട് നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. അത് ഒരാവശ്യമാണ്. അങ്ങനെ 5ആയിട്ട് ചിലവാക്കിയില്ലെങ്കിൽ ആ പണം വെറുതെ ആർക്കുമില്ലാതെ പോകും. അങ്ങനെ ഒരു കഥ ഏകാദശത്തിലെ അവസാനം നമുക്ക് കാണാം. ഒരുപാട് ഒരാൾക്ക് കുട്ടുക്കാതെ പിശുക്കി ഉണ്ടാക്കിയ കാശൊക്കെ സമ്പാദിച്ച ഒരാളുടെ കഥ എല്ലാം പോയി. ഒരു പൈസ ഇല്ലാതെ ഭിക്ഷാടനം എടുക്കേണ്ടി വന്ന ഒരാളുടെ കഥ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൂട്ടി വയ്ക്കേണ്ട, ഉപയോഗിച്ചോളൂ. നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയാണ് ധനം വേണ്ടത് എന്ന് തേനെടുക്കണ തേനീച്ചയിൽ നിന്നും അത് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അവധൂതൻ. ഇനി അടുത്തതാണ് മാനിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട തത്വം നമ്മുടെ ചെവിയെ ഒന്ന് നിയന്ത്രിക്കാൻ. ഇപ്പോൾ പാട്ട് നേരം വിളിച്ചായ മൊബൈലെടുത്ത് ചെവിയിൽ അടച്ചു വയ്ക്കുന്ന കാലമാണ്. ഈശ്വരഗാനങ്ങളോ കീർത്തനങ്ങളോ ഭജന സങ്കീർത്തനങ്ങളോ സത്സംഗമോ ആണോ നമ്മൾ കേൾക്കണത്? വേണ്ടാത്ത ആ പാട്ടും ഈ പാട്ടും. മാനിനെ പിടിക്കുന്ന ആൾക്കാർ ശരിക്കും എന്താ അത്ര ചെയ്യുക? ഈ മാനിന് പാട്ട് ഇഷ്ടമാണെന്നാണ്. സംഗീതം കേട്ടാൽ അതിങ്ങനെ ആസ്വദിക്കും ചെവി കൂർപ്പിച്ചിട്ട്. അപ്പം അങ്ങനെ ഓരോ കമ്പികളോ ഓടക്കോഴോ അങ്ങനെ നാദങ്ങൾ സൃഷ്ടിച്ച് പാനിനെ ആകർഷിച്ച് കൂട്ടിലാക്കി പിടിക്കുന്നു. വലയിൽ കുടുങ്ങിയാലോ വെട്ടിയാണ് കഷ്ണാക്കുക, അല്ലാച്ചാൽ അടിമത്തായി. ജീവിക്കുകയാണെന്ന് വെച്ചാൽ വളർത്ത അടിമത്തായി, മരിക്കുക വെച്ചാൽ അതോടെ ജീവനും പോയി. അപ്പോൾ രണ്ടും ഗാനത്തിലുള്ള ഭ്രമം കാരണം എന്ത് പറ്റി? ജീവഹാനി സംഭവിച്ചു. അതുകൊണ്ട് ശബ്ദം നല്ലതിന് കേൾക്കാനാണ്. കീർത്തനങ്ങൾ, ഭജനകൾ, സത്സംഗം, ഈശ്വര സംഗീത ഭക്തി ഗാനങ്ങൾ, സഹസ്രനാമം, ഭാഗവതം ഇതൊക്കെ കേൾക്കാനാണ് ചെവി തന്നിരിക്കുന്നത്. ബാക്കി ഒരു ജീവികൾക്ക് ഇതൊന്നും കേട്ട് ആസ്വദിക്കാനുള്ള കഴിവില്ല. ഉണ്ടോ? നമുക്ക് മാത്രമേ അത് തന്നിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നും അറിയില്ല അതിനെന്താന്ന്. അപ്പോൾ അത് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കാനാണ് മാന് പഠിപ്പിച്ചത്. അപ്പോൾ പെരുമ്പാമ്പ്, സമുദ്രം, പാറ്റ, വണ്ട്, ആന, തേനെടുക്കുന്ന ആൾ, മാന് എന്നീ 7 കാര്യങ്ങളാണ് പറഞ്ഞത്. സമയപരിധി തീർന്നതിനാൽ ബാക്കിയുള്ളവ അടുത്ത ഭാഗത്ത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.